അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പൊ ഒരു ലെഗസി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബ് ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതില് തമാശ ഉണ്ട്, ഇല്ല എന്നല്ലേ പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് ചെറിയ അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നൊരു 80 ദിവസം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 10-13 ദിവസം ഫൈറ്റിന് ഷൂട്ട് ചെയ്യേണ്ടതാണ്. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അത് ശരിയല്ല. ഏത് പാട്ട്? ഏത്? ആരെ അങ്ങനെ കടക്കണമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ ഈ സിനിമ പോലീസ് കഥാപാത്രം എന്ന് പറയും. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതില് ഓരോ പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതിലൊരു മോഡുലേഷൻ ഉണ്ടാവില്ല. ഐ മീൻ ഫിസിക്കലി ആയാലും ശരി, ചെയ്യുന്ന പെർഫോമൻസ് ആയാലും ശരി. ഇതിലെ കഥാപാത്രം ചെയ്യാനായിട്ട് എത്രത്തോളം പറയാനായിട്ട് കുറച്ചാള് വർക്കൗട്ട് ചെയ്ത് നമുക്ക് പോയായിരുന്നു കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ടായി കണ്ടിട്ട് പറയാൻ എന്താ പറയാ. ഈ കട്ടപ്പനയിലെ ഹൃതിക് ചെയ്യുന്ന സമയത്ത് അതിലെ നായകനും വിഷ്ണുവിനും ചില ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും. അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നായകനായി എത്തിയത്. ഇതിലിങ്ങനെ കൊച്ചിയിലുള്ള വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പയ്യൻ, അതിലേക്ക് മുബി തന്നെ വേണം, അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്നുള്ള വാശിയൊന്നുമല്ല. നോക്കിയാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സംഭവിച്ചത്. അല്ലാണ്ട് പെട്ടെന്ന് മുബിയോടുള്ളൊരു ഇഷ്ടത്തിന് മുബീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും, അതിപ്പോൾ ഞാൻ മാത്രമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്ക ആണെങ്കിൽ പോലും സമ്മതിക്കില്ല. ഇത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ. അത് വേണ്ട, വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും. നമുക്ക് ഓക്കെയാണ് എൻ്റെ പേരിൽ ചെയ്തത്. തമാശകൾ എഴുതും തമാശകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ ഉണ്ടല്ലോ. ഒരു തമാശ എടുത്ത് ആ തമാശ എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊളിറ്റിക്കൽ എഫക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ തമാശ പറയുമ്പോഴോ എഴുതുമ്പോഴോ സിനിമയിൽ അങ്ങനെയുള്ള ശ്രദ്ധകളൊക്കെ ഉണ്ടാവാറുണ്ട്? അങ്ങനെയല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കില്ലേ. തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കാരണം വെച്ചാൽ മെജോറിറ്റി അതിന് നമുക്ക് ഇന്ന ചില പണ്ട് നമ്മൾ മിമിക്രി കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ഛനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമുക്കത് എന്നുള്ള ശേഷിയില്ല. എൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും. ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസിന് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത്
ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയെ കഥാപാത്രം എങ്ങനെയാണ്? ഓരോ കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി ബ്രഹ്മയുഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാരെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാൾ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യം ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദിഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ നാദിഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാഷിക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. നടനാവുന്നതിലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് കേട്ടോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ടു. മുബീന അപ്പോൾ ആദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. അർജുൻ ബ്രോ, കണ്ട സമയത്ത് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു റാഫിക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റുമോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി? നമ്മൾ ഓരോ പടം കഴിയുന്നതും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ. നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നാഷികയോട് വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അവന് വേറെ ഈ പടം കൊണ്ടാണ് വേറെ കാര്യം പഠിച്ചത്. കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. കാരണം അങ്ങനെ ചെയ്തതിനോട് കുഴപ്പമൊന്നും അല്ലേ, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക്ക ഒരു പരിപാടി പറഞ്ഞു. റാഫിക്ക കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞങ്ങളത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. ആഷിക്ക് നോക്കണം അവിടെ കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകള് ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞ ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞി കിട്ടിട്ടുണ്ട്. ശരി പിന്നെ സീൻ ചെയ്തില്ല. പിന്നെ കുറച്ച്